ഇത്തരത്തിലുള്ള സുകർമ്മങ്ങളും നല്ല കർമ്മങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോയി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന് ശേഷം വാഴ്ത്തപ്പെടുന്നതായ താബിഈങ്ങൾ, ഞാൻ അവരുടെ ജീവിതത്തിന്റെ കഥകൾ കിട്ടുന്നിടത്തോളം വായിച്ചുകൊണ്ട് പോരുമ്പോഴും വണ്ടിയിലൊക്കെ ഞാനത് വായിച്ചുകൊണ്ട് ഇങ്ങനെ പോരുകയാണ്, കിട്ടുന്ന സമയം നോക്കാൻ. അത് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചൊന്നുമല്ല, ഒരു കിതാബ് തൽക്കാൻ അങ്ങനെ അവസാനം വരെ അത്യാവശ്യം നോക്കി പോകുക എന്നുള്ള കണക്കിന് കാണാത്ത കിതാബ് കാണുമ്പോ അങ്ങനെ നോക്കും. ആ പോരുന്ന കൂട്ടത്തിൽ ഓരോ സ്വഹാബിയുടേതും ഓരോ താബിയുടേതും ഏതോ ഒരു മഹാന്റേതും വിവരിച്ചാൽ ആ മഹാന്മാരുടെ ജീവിതത്തിൽ അവർ രാത്രി ഹയാത്താക്കുന്നതിനെ കുറിച്ച് വായിക്കുമ്പോ നമ്മുടെ മനസ്സ് നൊമ്പരപ്പെടുകയാണ്, നമ്മുടെ കണ്ണുകൾ നിർഗളിക്കുകയാണ്, നമ്മുടെ ഹൃദയങ്ങൾ പിടപെടക്കുകയാണ്. അവരുടെ പിൻഗാമികളായി വാഴ്ത്തപ്പെടുകയോ അല്ലെങ്കിൽ പിൻഗാമികളായി പുകഴ്ത്തപ്പെടുകയോ അവർ ഇവിടെ ഇട്ടേച്ചു പോയ ഇൽമിന്റെ വാഹകരായി സമൂഹം ആദരിക്കുകയോ ചെയ്യുന്ന എന്നെ പോലുള്ള സാധാരണക്കാരോ പ്രസംഗകരോ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെയുള്ള വലിയ ആളുകള്. അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ. ആ നിലയിൽ വാഴ്ത്തപ്പെടുന്ന ആളുകളോ ആലിമീങ്ങൾ എന്നൊക്കെ ജനങ്ങൾ പറയുന്ന ആളുകളോ ആയിട്ടുള്ള ആളുകൾ ഈ മഹത്തുക്കളുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ഓർക്കുകയും അതൊന്ന് അനുസ്മരിക്കുകയും ചെയ്യുമ്പോ എവിടെയാണ് രാത്രികൾ? നമ്മുടെ രാത്രി, അവരുടെ രാത്രി എവിടെയാണ്? ഓരായ മക്ഹൂൽ റളിയല്ലാഹു അൻഹു, അവർ തന്നെയും ഒരു വലിയ മഹാനാണ്. താബിഈങ്ങൾ എന്ന നിലക്ക് ഒരു ഇൽമിന്റെ പണ്ഡിതനായോ ആലിമായോ ഒരു മുഹദ്ദിസായോ മാത്രം വാഴ്ത്തപ്പെടുന്നതല്ല. ഏറ്റവും അധികം വാഴ്ത്തപ്പെടുന്ന താബിഈങ്ങളിൽ മുഹദ്ദിസുകളും ആലിമുകളുമായി വാഴ്ത്തപ്പെടുന്നവരിൽപ്പെട്ട അദ്ദേഹം ഇബാദത്ത് കൊണ്ടും പുണ്യകർമ്മങ്ങൾ കൊണ്ടും മഅരിഫത്ത് കൊണ്ടും ഹൃദയം നിറഞ്ഞ അറിവുകൾ കൊണ്ടും വളരെയധികം വാഴ്ത്താൻ യോഗ്യരായിട്ടുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ എണ്ണിവരുന്ന ഔലിയാക്കളുടെ ത്വബഖകളിൽ ഔലിയാക്കന്മാർ എണ്ണിയിട്ടുള്ളവരെല്ലാം എണ്ണിവരുന്ന മഹാനാണ്. ആ മഹാൻ പറഞ്ഞ ഒരു വാചകം നമുക്കിതുപോലുള്ള രാത്രിയുടെ ഹയാത്താക്കലുകൾക്ക് ആശാവഹമായിട്ടുള്ള ഒരു വചനമാണ്. അദ്ദേഹം പറയുന്നു, മൻ അഹ്യാ ലൈലതൻ ഫീ ദിക്രില്ലാഹി അസ്സ വജൽ അസ്ബഹ കയൗമ വലദതുഹു ഉമ്മുഹു. വല്ലവനും അല്ലാഹുവിന്റെ ദിക്റിലായി കൊണ്ട് ഒരു രാത്രി സജീവമാക്കിയാൽ, ഒരൊറ്റ രാത്രി അല്ലാഹുവിന്റെ ദിക്റിലായി അവൻ ഹയാത്താക്കിയാൽ, അവൻ നേരം പുലരുന്നത് വരേക്കും അല്ലാഹുവിന്റെ ദിക്റിൽ. അല്ലാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? കയ്യിൽ മാല പിടിച്ചിട്ട് എണ്ണിച്ചൊല്ലി വരുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നത് മാത്രമല്ല ദിക്ർ. അല്ലാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റുണ്ട്, മനസ്സിന്റെ അകത്ത് ചിന്തിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റുണ്ട്, സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റുണ്ട്, പ്രസംഗിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റുണ്ട്. ഹലാല് ഹറാമുകൾ വിവരിക്കുന്നതാണ് ആ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ദിക്ർ എന്ന് വെച്ചാൽ അല്ലാഹു തആലാന്റെ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളും അതിന്റെ ഹലാല് ഹറാം എന്ന അഹ്കാമുകളും വിവരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പകർന്നു തന്ന നിയമങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതും ഖുർആനും ഹദീസും തദടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മുന്തിയ ദിക്ർ. നമ്മൾ ചൊല്ലി വരുന്ന ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിക്ർ മാത്രമല്ല, അതിൽപ്പെട്ടതു തന്നെയാണ് നമ്മൾ ചൊല്ലുന്ന ഖുതുബിയത്ത്. പ്രത്യേകം മഹാനായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളവർകൾ പ്രത്യേകം ബെയ്ത്തുകൾ അദ്ദേഹം ഉണ്ടാക്കിയതും അതുപോലെ മഹാന്മാരായ ഖാദിരിയ ത്വരീഖത്തിന്റെ മശായിഖുമാർ അവർ പരമ്പരാഗതമായി ചൊല്ലി വരുന്നതുമായ ദിക്റുകളും രീതികളും വിളികളുമെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഫാത്തിഹകൾ ഓതിക്കൊണ്ട് മങ്കൂസ് മൗലിദ് ചൊല്ലിക്കൊണ്ട് നടത്തുന്ന ദിക്ർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്ർ തന്നെയാണ്. ഭക്ത്യാദരപൂർവമുള്ള ദിക്റാണ്. ദിക്റല്ലാതെ ആ കൂട്ടത്തിൽ ഒന്നുമില്ല. ശൈഖ് തങ്ങളെ നമ്മൾ വിളിക്കുന്നത് വരെയും ദിക്ർ തന്നെയാണ്. പൂർണ്ണമായും ദിക്റിലായിക്കൊണ്ട് നമ്മൾ ഇരിക്കുന്ന ആ ഖുതുബിയത്തിന്റെ മുന്നോടിയായി നമ്മൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നതും അല്ലാഹുവിന്റെ ദിക്റാണ്. ഇതിന് ദിക്ർ എന്നാണല്ലോ പറയുക. വലദിക്റുല്ലാഹി അക്ബർ.
വലദിക്റുല്ലാഹി അക്ബർ. ഇത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്ന് ഖതീബ് ഇറങ്ങുമ്പോൾ കേൾക്കുന്ന വാചകമാണ്. എന്താണ് വലദിക്റുല്ലാഹി അക്ബർ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഖുതുബ ഓതിക്കഴിഞ്ഞ ശേഷം നടത്താൻ പോകുന്ന കർമ്മത്തെ കുറിച്ചാണ് അവിടെ ദിക്റുല്ലാഹ് എന്ന് ഉപയോഗിക്കുന്നത്. എന്താണ് ഖുതുബ കഴിഞ്ഞിട്ട് നടത്തുന്നത്? നമ്മള് ജുമുഅ നിസ്കാരം, അത് നിസ്കാരല്ലേ? ജുമുഅ നിസ്കാരല്ലേ, ദിക്റല്ലല്ലോ. ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നതല്ല ദിക്ർ എന്ന് സാധാരണക്കാര് മനസ്സിലാക്കിയേക്കാം. അല്ലാഹു തആല പറയുന്നത് അങ്ങനെയല്ല. വലദിക്റുല്ലാഹി അക്ബർ. ഇനിയുള്ളത് നിസ്കാരമാണ്. ആ നമസ്കാരമാണ് ഭൂമുഖത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന കാര്യങ്ങളിലൊക്കെയും ഏറ്റവും വലുത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാകുന്ന എന്തെല്ലാം ഉണ്ടോ അതിൽ ഏറ്റവും വലുത് അല്ലാഹുവിന്റെ ദിക്റാണെന്ന് പറയുന്നത് ആ നമസ്കാരത്തെ കുറിച്ചാണ്. 5 വഖ്ത് നിസ്കാരത്തെ കുറിച്ച് ദിക്റുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ പലതിനെ കുറിച്ചും ദിക്റുന്നുണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ ചൊല്ലുന്ന നാക്കിന്റെ വചനങ്ങളായി വിട്ടുകൊണ്ടിരിക്കുന്ന വിരുദുകളായി പതിവുകളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇവയെ കുറിച്ചും ദിക്റെന്ന് പറയും. അപ്പൊ ഈ ദിക്റിലായി നമ്മൾ ഒരു രാത്രി ഹയാത്താക്കിയാൽ അസ്ബഹ, അത് കഴിഞ്ഞ് അവൻ നേരം പുലരുമ്പോൾ അവൻ പ്രഭാതത്തിൽ വന്നെത്തുന്നത് കയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെയാണ്. താബിഈങ്ങളാവട്ടെ സ്വഹാബികളാവട്ടെ ഏതെങ്കിലും പുണ്യകർമ്മത്തിൻ്റെതായ സവാബും പുണ്യവും പറഞ്ഞുകൊണ്ടുള്ള മൊഴികൾ അവർ ഉദ്ധരിച്ചാൽ അതവർ സ്വന്തം ഇജ്തിഹാദ് ചെയ്തു പറയുന്ന മൊഴിയല്ല. കാരണം ഗവേഷണത്തിന് പഴുതില്ലാത്ത വിഷയമാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് പരലോകത്ത് ലഭിക്കുന്ന പുണ്യങ്ങൾ എത്ര എന്ത് എന്നത്. നമ്മളൊരു കർമ്മം ചെയ്താൽ അതിന്റെ പുണ്യം എന്താണ്, അതിന് കിട്ടുന്ന പ്രതിഫലം എന്താണ്, അതിന് പരലോകത്തെ നേട്ടം എന്താണ്, ഈ വിഷയം ഒരാൾക്ക് ഗവേഷണം ചെയ്ത് കണ്ടെത്തി സ്ഥാപിക്കാൻ കഴിയുന്നതല്ല. ആയത്ത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു പറയുന്നതല്ല. നേരിട്ടു തന്നെ അവർക്ക് ലഭിക്കണം. അതവർക്ക് ഗുരുപരമ്പരയിലൂടെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള വഹയായി തന്നെ ലഭ്യമാകണം. അള്ളാഹുവിന്റെ വഹയായി തന്നെ കിട്ടിയെങ്കിലേ ഇത് പറയൂ. അതുകൊണ്ട് തന്നെ സ്വഹാബികളോ താബിഈകളോ ഇത്തരം യുക്തിചിന്തയ്ക്ക് പ്രവേശനമില്ലാത്ത പരലോക സംബന്ധമായ പുണ്യങ്ങളും പ്രതിഫലങ്ങളും പറഞ്ഞാൽ അത് സത്യത്തിൽ തത്വത്തിൽ ഹദീസാണ്. മഖ്ഹൂൽ എന്നവരുടെ വാക്യമായാണ് നമ്മൾ കിതാബിൽ വായിക്കുന്നതെങ്കിലും ഇത് യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ തങ്ങളവകളിൽ നിന്ന് ലഭ്യമായ വിവരമാണ്. ആ വിവരം വെച്ച് നമ്മളൊന്ന് ചിന്തിക്കൂ. ഒരു ദിനത്തിൽ നേരം പുലരുന്നതുവരെ ഒരാള് അല്ലാഹുവിന്റെ ദിക്ർ അവൻ പൊരുത്തപ്പെടുന്ന ദിക്റായി, പുണ്യം നൽകപ്പെടുന്ന വാക്കെന്തുണ്ടോ ആ വാക്ക്, പുണ്യം നൽകപ്പെടുന്ന വാക്കുകൾ ഉച്ചരിച്ച് ചെയ്യുന്ന പ്രവൃത്തി എന്തുണ്ടോ ആ പ്രവൃത്തി, പുണ്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഹദീസുകളെ കുറിച്ചും ആയത്തുകളെ കുറിച്ചും അല്ലാഹുവിന്റെ ആയാത്തുകളെ കുറിച്ചും ഖൽബ് കൊണ്ട് ചിന്തിച്ചിട്ട് ഉറ്റാലോചിച്ചിട്ട് മനസ്സിലാക്കുന്നതുണ്ടോ അത്. ഇത്തരത്തിലുള്ള ദിക്റുകളെല്ലാം ഒരു രാത്രിയിൽ ഒരുത്തൻ ഹയാത്താക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ നേരം പുലരുമ്പോ അയാള് ഉമ്മ പെറ്റ മകനെ പോലെയാണ്. ഒരു പാപവുമില്ലാതെ നിഷ്കളങ്കമായി യാതൊരു തെറ്റുമില്ലാതെയാണ് നേരം പുലരുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭ്യമായ അറിവ് മഖ്ഹൂൽ എന്നവരായ താബിഈ പ്രമുഖരെ പോലുള്ളവർ നമ്മെ അറിയിക്കുമ്പോ ചെറിയൊരു കാര്യമാണോ ഇത്? നമ്മൾ പണം ധാരാളം ചെലവഴിച്ച് കടമ്പകൾ പലതും താണ്ടിക്കൊണ്ട് ഹജ്ജും ഉംറയും നിർവഹിച്ചു വരുമ്പോ സ്വീകാര്യമായ ഒരു ഹജ്ജിന്റെ പുണ്യമായി അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു വാക്യമാണ് കയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ എന്ന വാക്യം. കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചപ്പോൾ ജനിപ്പിച്ചപ്പോൾ എങ്ങനെയാണോ അദ്ദിവസം പോലെ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ തരിമ്പുമില്ലാതെ നിഷ്കളങ്കമായ രീതിയിൽ നല്ല സലീമായ ഖൽബോടുകൂടെ അയാൾ പുലരിയിൽ പ്രവേശിച്ചുവെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ കബൂലായ തരത്തിലുള്ള ഒരു ദിവസത്തെ ഉറക്കമിളക്കലിന്റെ ഏറ്റവും വലിയ നേട്ടമാണിത്. അത് പോകുന്നതായി പറഞ്ഞു. ഒരു ദിവസത്തെ അള്ളാഹുവിന്റെ ദിക്റിലുള്ള ഉറക്കമിളക്കൽ കൊണ്ട് കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ മാതാവ് അവനെ പ്രസവിച്ചതുപോലെ മുഴുവൻ പാപങ്ങളിൽ നിന്നും കഴുകി ശുദ്ധമാക്കപ്പെട്ടവനായി അവൻ പുലരിയിലെത്തും എന്ന്. എത്രയെത്ര പാപങ്ങളാ!
എത്ര തെറ്റുകുറ്റങ്ങളാ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരതിയാൽ നമ്മൾ കാണുക. എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒന്ന് ചിന്തിക്കുക. തമ്മാടികളായി നമ്മൾ കാണുന്നവർ മാത്രമല്ല, ദുഷ്ടന്മാരായി നമ്മൾ അറിയുന്നവർ മാത്രമല്ല, നമ്മൾ സാധാരണ ഭക്തന്മാരായിട്ടും മൂലയന്മാരായിട്ടും ആലിമീങ്ങളായിട്ടും സയ്യിദുമാരായിട്ടും ഹാജിയന്മാരായിട്ടും പള്ളിയിൽ തന്നെ ഇത്തികാഫിരിക്കുന്നവരുമായിട്ടും ഒക്കെ എണ്ണുന്ന കൂട്ടർ നോക്കി. ആ എണ്ണുന്ന കൂട്ടരുടെ ഒക്കെ കൂട്ടത്തിൽ ഒന്ന് ചിന്തിക്കുകയും പാപങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ ഓരോരുത്തരുടെ പാപങ്ങൾ പൊറുക്കപ്പെടേണ്ടതായി എത്രയോ ഉണ്ട്. ഓരോ ദിനത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപം കള്ളുടിക്കണ്ട, വ്യഭിചരിക്കണ്ട, അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളായി എല്ലാവരും എണ്ണുന്ന ഒരു തെറ്റിനും പെടണ്ട. സ്വയമായി നമ്മൾ നമ്മുടെ അവയവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കടമ നിറവേറ്റാത്ത തെറ്റും കുറ്റവും നമ്മളിൽ നിന്ന് സംഭവിക്കുന്നത് ഓരോ പണ്ഡിതനും എന്നും ഇബാദത്തിൽ കഴിയുന്നവരും അടക്കം ആലോചിച്ചാൽ അപ്പോഴേ ഈ മഹാന്മാരായ ഔലിയാക്കൾ രാത്രി ഉറക്കമിളച്ച് നിസ്കരിച്ചതിന്റെ സ്ഥാനം എന്താണെന്നും അതെന്തിനു വേണ്ടിയാണെന്നും നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അവർ നരകത്തെ പേടിച്ചതിന്റെ വണ്ണ വലിപ്പം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നമുക്ക് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹിൽമു കൊണ്ടാ എത്ര വലിയ ഔദാര്യമാണ് അല്ലാഹു തആല പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മഖ്ഹൂൽ എന്നവർ തന്നെ പറയുകയാണ്, ഈ സമുദായത്തിൽ ഒരു 15 ആളുകൾ മാത്രം ഇദാ കാന ഫീ ഉമ്മത്തി മുഹമ്മദ് ഇദാ കാന ഫീ ഉമ്മത്തിൻ, ഏതൊരു സമുദായത്തിലും 15 റജുല, ഒരു 15 ആളുകൾ അല്ലാഹു തആലാന്റെ ഒരു സമുദായത്തിൽ, ഒരു നബിയെ അനുകരിച്ച് ജീവിക്കുന്ന സമുദായത്തിലുണ്ടായാൽ യസ്തഗ്ഫിറൂനല്ലാഹ കുല്ല യൗമിൻ 25 മറ, ഓരോ ദിവസത്തിലും ഒരു 25 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 15 പേർ ഒരു സമുദായത്തിൽ എന്നും ഉണ്ടായാൽ ലം യുആഖിദില്ലാഹു തആല തിൽക്കൽ ഉമ്മത ബിഅദാബിൽ ആമ്മ, സകലരെയും കൂടി എല്ലാവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ശിക്ഷ കൊണ്ട് അല്ലാഹു ആ ഉമ്മത്തിനെ ഒരിക്കലും പിടികൂടുകയില്ല. പിടികൂടാതിരിക്കുക എന്തേ വേണ്ടൂ? കോടിക്കണക്കിന് അംഗസംഖ്യയിലുള്ള ഈ ഉമ്മത്തിൽ, നമ്മളെ ഉമ്മത്തിൽ നമുക്ക് സംസാരിക്കാം. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഉമ്മത്ത് ലോക മുസ്ലിമീങ്ങളിൽ നിന്ന് എത്ര കോടിയാണ്? ആ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഉമ്മത്തുകളിൽ ഒരു 15 പേർ മാത്രം 25 തവണ അള്ളാഹുവിനോട് ഒരു ദിവസം മാപ്പിരുന്നാൽ ആ 25 തവണ 15 പേരുടെ ഇസ്തിഗ്ഫാർ എത്രാന്നൊന്ന് പെരുക്കി നോക്കി. 15, 25 അത്ര ഇസ്തിഗ്ഫാറിനെ മാനിച്ചിട്ട് ഈ കണ്ടുകാണപ്പെട്ട ഉമ്മത്തിലെ ചണ്ടികളുടെയും എല്ലാ തമ്മാടികളുടെയും ദുർനടപ്പുകാരുടെയും എല്ലാ ദുഷ്ടന്മാരുടെയും പേരിൽ അല്ലാഹു തആല വെള്ളമിറക്കും, പുല്ല് കൊടുക്കും, വായു നൽകും, മറ്റെന്തെല്ലാം വിഭവങ്ങളും നൽകും. ഈ ആകാശത്തെയും ഭൂമിയെയും അല്ലാഹു തആല ഘടന തെറ്റിക്കാതെ ശരിക്കും നിലനിർത്തിപ്പോരും. എന്തേ വേണ്ടു? 15 പേർ മാത്രം. എന്താ അല്ലാഹുവിന്റെ അനുഗ്രഹം? എന്താണ് അല്ലാഹു തആലാന്റെ മഹത്തായ അനുഗ്രഹം? ഈ ഉമ്മത്തിന് കിട്ടിയ അനുഗ്രഹം 15 ആളുകൾ ഒരു 25 തവണ ഒരു ദിവസം ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആ ഇസ്തിഗ്ഫാറിന്റെ പേരിൽ കോടാനുകോടി സമുദായത്തിൽ നിന്ന് വരുന്ന കോടിക്കണക്കിന് പാപങ്ങൾ, ചില്ലറ പാപമൊന്നും അല്ലല്ലോ. നമ്മളെ മാത്രം കൂട്ടണ്ടെങ്കിൽ, മുസ്ലിമീങ്ങളെ മാത്രം കൂട്ടണ്ട. ഈ പറയുന്ന ഉമ്മത്തില് കുഫാറും പെടുവല്ലോ. കുഫറില്ലേ, ശിർക്കില്ലേ? അള്ളാഹുവിന്റെ പുറമെ മറ്റു ദൈവങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് വരുന്നവരടക്കം എല്ലാ വിഭാഗത്തിന്റെയും പാപങ്ങളുടെ പേരിൽ ഈ ഭൂമി അട്ടിമറിക്കപ്പെടാതിരിക്കാൻ 15 ആളുകൾ 25 തവണ ഒരു ദിവസത്തിൽ ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് അല്ലാഹു തആല നിശ്ചയിക്കുന്നു. ഇത് നടന്നാൽ തന്നെ അല്ലാഹു അട്ടിമറിക്കാതെ കാത്തുവരുന്നു പറയുമ്പോ പടച്ച തമ്പുരാൻ ഈ ലോകത്തോടും ഈ ലോക ജനതയോടും ചെയ്യുന്ന ഔദാര്യമത്രയാ. അവന്റെ ഭൂമിയിൽ ജീവിക്കാൻ, ആകാശത്തിന്റെ ചുവട്ടിൽ ജീവിക്കാൻ, അവന്റെ വെള്ളം കുടിക്കാൻ, അവന്റെ വായു ശ്വസിക്കാൻ അല്ലാഹു തആല സൗജന്യമായി അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹമെത്തില്ല. ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടായിട്ട് ഈ അനുഗ്രഹദാതാവായ അല്ലാഹു തആലാന്റെ മുമ്പിൽ നമുക്ക് നൽകിയ ഓരോരുത്തന്റെ അനുഗ്രഹം വെച്ച് ആ അനുഗ്രഹത്തെ, അതിന് നന്ദി രേഖപ്പെടുത്തേണ്ട അവയവത്തെ അതിന് നന്ദി രേഖപ്പെടുത്തുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് കുറ്റമാണത്. അത് ചെറിയ തെറ്റാണ്, നിങ്ങൾ മനസ്സിലാക്കരുത്. നാക്ക് നൽകിയതിന് ആ നാക്ക് കൊണ്ട് ശുക്ർ ചെയ്യണം. കണ്ണു നൽകിയതിന് കണ്ണിന്റെ ശുക്ർ ചെയ്യണം.
തല നൽകിയതിന് തലയുടെ ശുക്ർ വേണം, തലച്ചോറിന് തലച്ചോറിന്റെ ശുക്ർ വേണം, കൈകാലുകൾക്ക് കൈകാലുകളുടെ ശുക്ർ വേണം. അങ്ങനെ അള്ളാഹു നൽകുന്ന നമ്മുടെ അവയവങ്ങളിൽ ഓരോന്ന് നോക്കിയാൽ ആ ഓരോന്നിനും വേണ്ടി നമ്മൾ ചെയ്യാൻ വേണ്ട ശുക്ർ ഏറ്റവും ചുരുങ്ങിയത് അതെന്തിനു വേണ്ടിയാണോ തന്നിരിക്കുന്നതെങ്കിൽ അതിലേക്കു തന്നെ വിനിയോഗിക്കലല്ലേ. എന്തിനു വേണ്ടി തന്നിരിക്കുന്നുവെങ്കിൽ അതിലേക്ക് തന്നെ വിനിയോഗിക്കുക. അത് നമ്മൾ